വല്ലാത്തൊരു പല്ലിടങ്ങേറ്, വല്ലാത്തൊരു പല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 പല്ലിടങ്ങേറ്, വല്ലാത്തൊരു പല്ലിടങ്ങേറ്. വല്ലാത്തൊരു പല്ലിടങ്ങേറ്. അബുടെ അബുക്ക പോയല്ലോ ഇല്ലല്ലോ ഉണ്ടായിനിപ്പോ എന്താണ് എനക്കൊരു തപ്പരപ്പ് പൂത്തിയാ എന്ത് ഓന്റെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയാണ്ട്. തന്നെ അളിയ എന്താ പരിപാടി? ഒഴിച്ചില്ല, ഞാനും കൂടെ. ഞാനുണ്ട്. അളിയൊന്ന് കാര്യം ചെയ്യും, അതിലെ പോയിക്കോ, ഞാൻ ഇതിലെ വരാം. മരുവല്ലാത്ത സമയത്ത് കോച്ചാൻ വന്നിക്കല്ലേ ചൊറിയനളിയാ. ഞാനിവിടെ അല്ലാത്ത സമയത്ത് കീച്ചാൻ വന്നതല്ലേ മോയന്താ മോനെ. ഓ മോയൻ തന്നെ എടുത്ത് പോടാ ഇവിടുത്തെ. ഒന്ന് നിർത്തുന്നങ്ങള്. അല്ല ഇവിടെ ഉണ്ടായില്ലേ? അപ്പൊ നിങ്ങള് രണ്ടാളും കൂടെ നമ്മളെ കളിപ്പിക്കേനില്ലേ? നിങ്ങൾ കളിച്ചാലും വേണ്ടില്ല, വെള്ളത്തിൽ ചാടിയാലും വേണ്ടില്ല, ആ നസീമനും പിള്ളേർ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കണോ? എന്നാലേ സുലൈഖാനി കുട്ടികളും കാര്യത്തിലേ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഈ ഭാരം അളിയാൻ അന്നില്ല. ഒരു സ്വയം ഒരു സമാധാനത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ തരില്ലല്ലേ? തരില്ല. എന്റെ പെണ്ണുങ്ങൾക്കാണ് എനിക്കുള്ള ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ടാണ്. കൊണ്ടാണ് എന്റെ മരുവനെ സൂയിപ്പാക്കാൻ നിൽക്കാണ്ട്. എടാ ചങ്ങായി എന്നെ പറ്റിയായി പറഞ്ഞത് ഇറങ്ങി എന്റെ മരുവന്റെ മുതല. ഒരു മിനിറ്റ്, നിങ്ങൾ അവിടെ നിൽക്കട്ടോ, ഞാൻ പോരാ. അബുവാ അബുവാ
ഓളെടുക്കാൻ പോയായിരിക്കില്ല. അടുത്ത ആഴ്ച പെരുന്നാളാ. കരുത്തിലെടുത്തോണ്ടി. ആ എനിക്ക് നല്ല കണത്തിൽ തന്നെ കിട്ടും. ഇതാണ്ട് അമ്മോനും മര്യാദ ഓളെ അവിടുന്ന് അളിയൻ കൊണ്ടുവന്ന് എനിക്കുള്ളതാ. അപ്പൊ കാണാം. ജയ് അളിയന്റെ സ്വത്ത് മുതലും കൊണ്ട് വല്ലാതെ ഇവിടെ കറങ്ങി നടക്കണ്ട. 5ന്റെ പൈസ എന്റെ കൈ കിട്ടൂലോ. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ കാണാണ്. കാണാനൊന്നുമില്ല, അത് എനിക്കുള്ളത് തന്നെ മോയന്തായി. പിന്നെ ഞാൻ എന്തിനാ നിനക്കറിയോ? പാമ്പിനെ പിടിക്കാൻ ആ പോകുക. പാമ്പിനെ പിടിക്കാനല്ല, ലോകത്ത് ആദ്യമായിട്ട് ഒരു അമ്മാവനി ഒരു അളിയനി തച്ചു കൊന്നുള്ള കേസ് അങ്ങോട്ട് പോണ്ട. അബുദ പ്രാന്തായിക്കാണ്. കയ്യിൽ കമ്പിപ്പാരായിട്ട് കുത്തിയോടും. ചെല്ലു ചെല്ലു രണ്ടെണ്ണം എനിക്ക് കൊള്ളണം. ഞാൻ ഇതിനൊക്കെ കാരണക്കാരന് നടക്കും മോയന്ത അങ്ങോട്ട് മാറണോർത്ത്. എന്താ പോ, എന്താ പ്രശ്നം? എന്താ ഇതിലും വലിയ പ്രശ്നം? നീ ഒരു പേടി മേടിക്കണ്ട, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ വാ, ആ കമ്പി ഒന്നും കൊടുത്തിട്ട് നീ വാ. അപ്പോ നീ എന്തിനാ വിഷമിക്കണേ? ആർക്കാ അവിടെ വിഷമമില്ലാത്ത? എല്ലാവർക്കും വിഷമല്ലേ? അനക്ക് മാത്രമല്ലല്ലോ ഇതുള്ളത്. ഈ ലോകത്ത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അല്ല, എല്ലാ പ്രശ്നവും ഉണ്ടായത് നിങ്ങളെ മുഹൂർത്താവുന്നതാണ്. എന്നാലോ അതിലേറെ കുറെ പ്രശ്നം എൻ്റെ അടുത്തുണ്ട്. ഇതിപ്പോ ഒരു പെണ്ണ് ഇട്ടിട്ട് ഇത്രമാത്രം ബേജാറാകുന്ന ആള് ഞാൻ മാത്ര. അതൊക്കെ എൻ്റെ തോന്നലാ പോ. നമ്മളെല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കാണ് വേണ്ടത്. ഞാൻ ഒരു സത്യം ചോദിക്കട്ടെ? ചോദിക്ക്. നിങ്ങളിങ്ങനെ കുറെ ആൾക്ക് പെണ്ണിട്ടിക്കല്ലാതെ നിങ്ങൾ രണ്ടെണ്ണം കെട്ടിനോ? അതിപ്പോ പറയേ. ഇല്ല, ഞാൻ കെട്ടിയിട്ടില്ല. കെട്ടിയില്ല, അത്ര തന്നെ. പിന്നെ നിങ്ങൾ എത്ര ആൾക്ക് കെട്ടിച്ചു കൊടുത്തത്? അതപ്പോ ഞാനിപ്പോ എന്താ ചെയ്യാ? വല്ലാത്തൊരു ബല്യടങ്ങേറ്, വല്ലാത്തൊരു ബല്യടങ്ങേറ്, വല്ലാത്തൊരു വല്ലാത്തൊരു ബല്യടങ്ങേറ്.